ശ്രീ പി സി ജോർജ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്തയാണ് സർ. ജോലി ലഭിച്ചില്ല, ദേശീയ ഗുസ്തി താരം ജീവനൊടുക്കുന്നതിന്. എല്ലാ പത്രത്തിലും ഇന്ന് പ്രാദേശികമായ വാർത്തയാണ് സർ. എന്റെ നിയോജകമണ്ഡലത്തിലുള്ള എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള PS സുമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് സർ. ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. ആത്മഹത്യ ചെയ്തിരിക്കുക, തൂങ്ങി മരിച്ചിരിക്കുകയാണ് സർ. നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 5 വർഷവും അടുപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടിയ ആളാണ് ഈ ചെറുപ്പക്കാരൻ. എന്ന് മാത്രമല്ല സർ, ദേശീയ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. നമ്മുടെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഈ സ്പോർട്സ് താരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്നും പാലിക്കാറില്ല സർ. ഇവിടെ നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇവിടെ പ്രഖ്യാപനം വന്നു, ജോലി കൊടുക്കും. ഒരാൾക്കും ജോലി കൊടുത്തിട്ടില്ല സർ. സെക്രട്ടേറിയറ്റ് ജോലി 50 പേരെ വെച്ച് ജോലിക്ക് എടുക്കുന്ന സ്പോർട്സ് താരങ്ങളെന്ന് പറഞ്ഞു. ഞാൻ നോക്കി സാർ, 5 വർഷമായി ഒരാളെയും ജോലി കൊടുത്തു, ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഞാൻ ഓർക്കും സാർ, 96 സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ കാര്യം ചർച്ച വന്നു, 10ാം സബ്ജക്ട് കമ്മിറ്റിയിൽ. അന്ന് സ്പോർട്സ് മന്ത്രി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പറഞ്ഞാൽ അന്ന് കുറച്ച് സ്പോർട്സ് താരങ്ങളെ നിയമിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരു നിയമനം നടക്കുന്നില്ല സർ. ഈ PS സുമേഷിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ വീട്ടിലെ 4 സഹോദരങ്ങൾ ഇതുപോലെ സ്പോർട്സ് താരങ്ങളാണ്, ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് ഈ സ്പോർട്സ് താരങ്ങളെ പറഞ്ഞയക്കുന്നു? ഈ ഗവൺമെന്റ് എങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കുമോ? സെക്രട്ടേറിയറ്റിലെ നിയമനത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമോ? നാഷണൽ ഗെയിംസിൽ നേട്ടം കൈവരിച്ചാൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതുവരെയും ജോലി കൊടുത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ഇടപെടുമോ? അതുപോലെ തന്നെ സർ, ഈ PS സുമേഷ് എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്ത ആ ചെറുപ്പക്കാരന്റെ ഭാര്യ രശ്മി, മകൾ നിയ, ഒരു കുഞ്ഞ് മാത്രമുള്ളൂ. അവർക്ക് എന്തെങ്കിലും ആശ്വാസപരമായി ഒരു 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാനുള്ള സന്മനസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുമോ? ഇതാണ് സാർ അറിയേണ്ടത്. ഇനിയും കേരളത്തിൽ ഇതുപോലുള്ള ആത്മഹത്യ നടക്കരുത്. പിണറായി സർക്കാരിന്റെ കാലത്തെങ്കിലും ആത്മഹത്യ നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയുമോ എന്നാണ് സാർ എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ പത്രവാർത്ത വലിയ തോതിലുള്ള മാനസിക പ്രയാസം ആരിലും ഉണ്ടാക്കുന്ന ഒന്നാണ്. പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ പുത്തൻപറമ്പിൽ വീട്ടിൽ PS സുമേഷ് എന്ന ഗുസ്തി താരം 6/11/2016 ഉച്ചയ്ക്ക് 1 മണിയോടെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. സുമേഷ് 5 വർഷം തുടർച്ചയായി സ്കൂൾ കായികമേളയിൽ ഗുസ്തിക്ക് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. സർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ 3 വർഷം MG യൂണിവേഴ്സിറ്റിയിൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുമുണ്ട്. മിശ്രവിവാഹിതനാണ്, 2 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. മേപ്പടിയാന്റെ ജോലി അപേക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് മാത്രമേ വിവരങ്ങൾ നൽകുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ബഹുമാനായ അംഗം പറഞ്ഞ ഒരു കാര്യം വസ്തുതയാണ്. ജോലി ലഭിക്കുമെന്ന് ധരിച്ചു നിൽക്കുന്ന ഒട്ടേറെ പ്രശസ്തരായ കായിക താരങ്ങളുണ്ട്. അവർ പലപ്പോഴും ജോലി കിട്ടാതെ നിരാശപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട്. ചിലർ സർക്കാരിന്റെ മുന്നിൽ നിവേദനമായി വന്നിരുന്നു. ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെ ജോലി കൊടുക്കാൻ കഴിയുമെന്ന കാര്യം ത്വരിതപ്പെടുത്തണം എന്ന കാര്യം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. മരിച്ച സുമേഷിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുന്ന കാര്യം സർക്കാർ അനുകമ്പാപൂർവം പരിഗണിക്കുന്നതാണ്. കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്യും.